പക്ഷെ ഒന്നുണ്ട്, സുഭാഷ് ഏട്ടാ എത്ര പഴയതും പുതിയതുപോലെ ഇരിക്കും. ഓ കേട്ടില്ല, ഡയലോഗ് എന്നും ഇങ്ങനെ പിൻവാതിലൂടെ വന്ന് സുഭാഷ് ഏട്ടനോട് സംസാരിച്ചിട്ട് അങ്ങ് പോകും. സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് സുനന്ദയ്ക്ക് ഒരു പങ്കും കൊടുത്തുവിടും. ഇവര് ലവാ? ലവ് ഒന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ലവ് മാതിരി ഒന്ന്. ആ സുനന്ദേ, നിനക്ക് പകൽ സമയത്ത് ഫ്രീ കിട്ടുമ്പോഴൊക്കെ നീ നിധിയോട് ഒന്ന് സംസാരിക്കണം കേട്ടോ. പാവ കുട്ടി ഒറ്റയ്ക്കല്ലേ. പാവം. ഞാൻ വരാം സുഭാഷ് ഏട്ടാ, അമ്മയുള്ള പ്രശ്നം. എന്നാലും കണ്ണു വെട്ടിച്ച് ഞാൻ വന്നോളാം. ആ സൂക്ഷിച്ച്. എന്താ വേണം, ഇതുപോലെ പാചകം ചെയ്യാനേ വേറെ ആർക്കും പറ്റില്ല. ഓ ഓ കണ്ടില്ലേ? ഇങ്ങ് വാ, ഇങ്ങ് വരാൻ. ഇങ്ങ് വാന്നേ. എന്താ ഇനി നമ്മള് കാരണം അവര് മിണ്ടാതിരിക്കണ്ട. അയ്യോ, അവരൊറ്റയ്ക്കാണെങ്കിൽ സുഭാഷ് ഏട്ടൻ അങ്ങനെ സംസാരിക്കുള്ളൂ. ആ പാത്രത്തിൽ കുറച്ച് ഫുഡ് എടുത്ത് കൊടുത്തിട്ട് സൂക്ഷിച്ചു പോണം കേട്ടോ മോളെ എന്ന് പറയും. അതിനപ്പുറം സുഭാഷ് ഏട്ടൻ അറിഞ്ഞോടനെ. ഞാൻ നന്നായി ആലോചിച്ച് നോക്കി സാന്ദ്ര. അവളെ അവിടെ അങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ല. നീ ഒന്ന് നിധിയെ വിളിക്ക്. അയ്യോ നല്ല കാര്യമായി, അമ്മയുടെ മോനെ അറിഞ്ഞ പിന്നെ തീർന്നു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ അവളെ ഫോൺ ചെയ്ത് ഉടനെ ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ വിളിച്ച അവള് വരൂ അമ്മേ. അവളെ സർട്ടിഫിക്കറ്റ്സ് വേണമെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചത്. അത് എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് വാങ്ങാൻ പറ. അഥവാ വന്നോ? അവൾ ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. പിന്നെ എങ്ങോട്ടും പോകാതെ ഞാൻ നോക്കിക്കോളാം. സാന്ദ്ര വിളിക്ക്. അവൾ ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞോ? ആദ്യം അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛൻ ഇതൊക്കെ സമ്മതിക്കോ? അവള് നേരിട്ട് കണ്ട അച്ഛൻ സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നീ വിളിക്ക്. അതമ്മേ. വിളിക്കാൻ പറഞ്ഞ അത് ചെയ്യ് സാന്ദ്ര. വിളിക്ക്. ഹലോ എടതി, എന്തായി? സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തോ? സ്പീക്കറിലിട്. എടതി കേൾക്കാമോ? സർട്ടിഫിക്കറ്റ്സ് കിട്ടി, പക്ഷെ അത് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റോ? നീ വന്നാ ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാം. വീട്ടിലേക്കോ? നീ നമ്മുടെ വീടിന്റെ മുന്നിലുള്ള സ്റ്റോപ്പ് എത്തിയിട്ട് വിളിച്ചാൽ മതി, ഞാൻ എത്തിച്ചേരാം. എല്ലാം എടുത്തു വെച്ചില്ലല്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നീ വന്നാ കൊണ്ടുപോവാം. വരൂ. ഞാൻ വരാം. ഇപ്പോ ഞാൻ ഇന്ന് വന്നാലോ? വരാം. നീ വന്നോ, ഞാനിവിടെ ഉണ്ട്. ഒറ്റയ്ക്ക് വരാൻ പറ. പിന്നെ നിധി, നീ വരുമ്പോ തനിച്ച് വന്നാ മതി കേട്ടോ. സുധീഷിനെ ഒന്നും കൂട്ടണ്ട. അന്ന് വന്നിട്ടുണ്ടായതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശരി, ഞാൻ തനിയെ വന്നോളാം. വന്നിട്ട് വിളിക്കും. താങ്ക് യു എടതി, ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ വെക്കട്ടെ. ശരി. അമ്മ ഇന്ന് തന്നെ വരാൻ പറഞ്ഞത് എന്തിനാ? അച്ഛനോടും അരുണേട്ടനോടൊന്നും പറയാതെ കുഴപ്പമാവോ? അവൾ ആദ്യം വരട്ടെ. വന്നു കഴിഞ്ഞാ പിന്നെ അവൾ ഇവിടുന്ന് പോവില്ല, അതെനിക്ക് ഉറപ്പാ. ഒരു ദിവസം കൂടെ കഴിക്കും. മതിയടാ. കഴിക്കട്ടെ. ശരി സാർ. ഞാൻ വൈകിട്ട് വിളിച്ചോളാം. ഓക്കെ. മോളെ കഴിക്കാൻ എടുക്കട്ടെ. വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്തു പറ്റി? മോൻ വല്ലാതിരിക്കുന്നല്ലോ. ഏടത്തി വിളിച്ചിരുന്നു, ജോലിക്ക് പോകാനായിട്ട് സർട്ടിഫിക്കറ്റ് തരുമെന്ന് ചോദിച്ചു. അതിനുവേണ്ടി വിളിച്ചതാ. വിളിച്ചോ? സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചു എന്ന് പറഞ്ഞു. ഇന്ന് ചെന്ന് വാങ്ങിച്ചോളാനും പറഞ്ഞു. ഞാൻ പോയിക്കോട്ടെ. അല്ല, ഇന്ന് തന്നെ പോണമെന്നുണ്ടോ? വേണം. ഏടത്തി എന്നോട് സംസാരിക്കുന്നത് വീട്ടിലെ വേറെ ആർക്കും അറിയില്ല. ആരും അറിയാതെ എനിക്ക് സർട്ടിഫിക്കറ്റ് എടുത്തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അത് പോയി വാങ്ങണം. ശരി. അല്ല, ഞാനൊരു കാര്യം ചെയ്യാന്ന, കാറ് വരാൻ പറയാം, നമുക്ക് അതിൽ പോയിട്ട് വരാലോ. അത് വേണ്ട, ഞാൻ തന്നെ പോയി വരാം. നിങ്ങൾ വരണമെന്നില്ല. അതെന്താ ഞാൻ കൂടി വന്നാലേ? അത് ഇയാളെ കണ്ട അവർക്ക് ദേഷ്യം വരും. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ പോയി വന്നോളാം. അല്ല, നിന്നെ മാത്രം തനിയായിരിക്കുന്ന എങ്ങനെ മോളെ? അതൊന്നും സാരമില്ല സുഭാഷ് ഏട്ടാ, ഇവിടുന്ന് നാട്ടിലേക്ക് ബസ് ഉണ്ടാവും. ഞാൻ ബസ്സിൽ പോയി വന്നോളാം. അല്ല, ഒറ്റയ്ക്ക് പോകണ്ടെന്നേ, ഞാൻ വന്നോളാം. നിങ്ങൾ എന്തിനാ ജോലി കളഞ്ഞ് എനിക്ക് സ്കോട്ട് വരുന്നത്? ഞാൻ തനിയെ പോയിക്കോളാം. എനിക്കറിയാത്ത സ്ഥലമൊന്നുമല്ലല്ലോ. ഞാൻ പോയിക്കോളാം സുഭാഷ് ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. നീ വാ കഴിക്കാം. അല്ല ചേട്ടാ, അതെ, സുഭാഷ് ഏട്ടൻ അവളെ പോകാൻ സമ്മതിക്കരുത്. ചേട്ടാ, അവൾ തനിയെ പോയി കഴിഞ്ഞ പ്രശ്നമാവുന്നേ. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ വീട്ടുകാര് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ തരാന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടാ. തനിയെ വിടാൻ പാടില്ല. അതിന് നീ കൂടെ ചെല്ലണ്ടെന്നല്ലേ അവള് പറയണത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. കൂടെ പോവാന്ന് വിചാരിച്ചാ കാറും വാടകയ്ക്ക് എടുക്കണം. അതിനുള്ള കാശും കമ്മിയാണേ. അതുണ്ടാക്കാന്ന് വെച്ചാലും കാറ് വാടകയ്ക്കാണെന്ന് അറിഞ്ഞാ അവള് 100 ചോദ്യം ചോദിക്കും. അതും കുഴപ്പമാവും. എന്ത് കുഴപ്പം? അതൊന്നും ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അവള് തനിയെ അയക്കാൻ പറ്റില്ല. അതെന്ത് വന്നാലും ചേട്ടൻ സമ്മതിക്കരുത്. എടാ, ഇതിൽ ഞാൻ സമ്മതിക്കാതിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യും, നീ അകത്ത് എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ചെല്ലാന്ന് സമ്മതിപ്പിക്കും. അല്ല, അതിനവള് കൂടെ വരണ്ടെന്നല്ലേ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ അവളെ തനിയെ വിടാൻ പറ്റില്ല ഏട്ടാ, അത് ഉറപ്പാ. അല്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, സുഭാഷൻ അവളോട് പോ. ഞാനാ? എടാ, എനിക്ക് സൈറ്റിൽ ഒരുപാട് വർക്ക് ഉണ്ട്. എന്താട്ടാ, സ്വന്തം അനിയന് വേണ്ടിട്ടല്ലേ? എടാ, എഞ്ചിനീയർ ഒരുപാടാ, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. എടാ നികേഷേ, നിനക്ക് എന്താ പണി? എനിക്ക് വേണമെന്നില്ലടാ, സ്റ്റഡി ലീവ് അല്ലേ. എന്നാലേ നീ ഒന്ന് എടുത്തിട്ട് കൂടെ പോയിട്ടോ. ഞാൻ പോവാം. ഓക്കെ അല്ലേ? ഇവിടുന്ന് തക്കലേക്ക് ബസ്സിന് 3-4 മണിക്കൂർ വേണ്ടേ? അതെ. പക്ഷെ മോളെ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ട. എനിക്ക് സുധീഷിനെ കൂട്ടി പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ സുധീഷിനെ കൂട്ടി വരണ്ടെന്ന് ഏട്ടത്തിയാ പറഞ്ഞത്. ഇനി സുധീഷ് കൂടി വന്നാ അത് കൂടുതൽ പ്രശ്നമായാലോ? അല്ല, അപ്പൊ അവർക്ക് എന്തായാലും ഒരു പ്ലാൻ ഉണ്ടെന്ന് അർത്ഥം. നീ മിണ്ടായി. അതല്ലേട്ടാ, എന്തുകൊണ്ട് ഞാൻ കൂടെ ചെല്ലണ്ടെന്ന് പറയണം? ഇനി പോയാൽ തന്നെ ഞാൻ അവളുടെ വീട്ടിൽ പോവോ? ഇല്ല, നിധിയല്ലേ പോയി സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചിട്ട് വരാ. ഞാൻ അവിടെ പുറത്ത് കാത്തുവെക്കല്ലേ ഉള്ളൂ. പിന്നെന്തിനാ ഞാൻ ചെല്ലണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതല്ല, ഏട്ടത്തി എങ്ങനെ പറയണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ. അച്ഛനും അമ്മയും ഇല്ലാത്ത സമയം നോക്കിയാ ഏട്ടത്തി അത് എടുത്തു തരാന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി റിസ്ക് എടുത്ത് ചെയ്യാ. പാവം, അതാ ഞാൻ തനിയെ പോയി വരാന്ന് പറഞ്ഞത്. ശരി, അവര് സുധീഷിനെ കൂട്ടി വരണ്ടെന്നല്ലേ പറഞ്ഞത്? വേണ്ട, പകരം അതെ ഇവനെ നികേഷും കൂട്ടി. അയ്യോ, ഈ പാവത്തിന് എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? എനിക്കെന്ത് കഷ്ടപ്പാട്? ഇതൊക്കെ ഒരു രസമല്ലേ? ആ സ്ഥലമൊക്കെ കാണുകയും ചെയ്യാം. അത് മതിയെന്നേ. ശരി, എന്നാ പോയി റെഡിയാവ്. ഇപ്പൊ നിനക്ക് ഓക്കെ അല്ലേ? എന്നാ റെഡി ആയിട്ടോ.
പിന്നെ ഈ ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കും, നീ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണേ. വേഗം റെഡിയോ ചെല്ല് ഫുഡ് കഴിക്കാം. എന്തെങ്കിലും പ്ലാൻ കാണുമോ? ആരോട് ചോദിച്ചാൽ അവളോട് വരാൻ പറഞ്ഞത്? ഇവളൊക്കെ ഫോൺ ചെയ്തത്. അരുൺ, ഞാൻ പറഞ്ഞിട്ടാ സാന്ദ്ര ഫോൺ ചെയ്തത്. ഇനി അവളുടെ മെക്കിട്ട് കയറണ്ട. നോക്ക് രാജുവേട്ടാ, നിധി എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അരുൺ ആ വീടിനെ പറ്റി പറഞ്ഞതിന് ശേഷം എനിക്ക് ഉറക്കം പോലും ഇല്ല. അവക്ക് എന്തെങ്കിലും അപകടം പറ്റിയില്ല എന്നുള്ള ചിന്തയായപ്പോഴും അവക്ക് അവിടെ പറ്റുന്നില്ല എന്ന് സാന്ദ്രയോട് ഫോൺ ചെയ്ത് പറഞ്ഞു എന്ന് കേട്ടതല്ലേ നിങ്ങളും? അതിന് ഞാനെന്ത് വേണം? അവൾക്ക് ഞാൻ തേടി കണ്ടെത്തി കൊടുത്ത ജീവിതമാണത്, അല്ലല്ലോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ചാ പോരെ? ദേ, സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞ് സാന്ദ്ര അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നാ പിന്നെ പോവില്ലെന്ന് അവൾ അമ്മയോട് പറഞ്ഞു, ഇല്ലല്ലോ? അവൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. തിരിച്ചു പോവാതെ നോക്കേണ്ടത് ഞാനല്ലേ? ഞാനത് ചെയ്തോളാം. അമ്മ അവളെ വിശ്വസിച്ചിട്ടാണെങ്കിൽ ഇതിനിറങ്ങി പുറപ്പെടാതിരിക്കുന്നവന് അവള് വരും, സർട്ടിഫിക്കറ്റും വാങ്ങും, തിരിച്ചും പോകും. അല്ലാതെ നിങ്ങളാരും പറഞ്ഞത് കേൾക്കാനൊന്നും പോകുന്നില്ല. അത്രയ്ക്ക് അഹങ്കാരിയാവും. അവൾ എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു. ഇത്രയും വലിയൊരു വീട് നമുക്കുള്ളപ്പോ അവൾ എന്തിനാ ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നത്? ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് തോന്നിക്കാണും. പക്ഷെ അത് നമ്മളോട് സമ്മതിക്കാൻ പേടിയുണ്ടാവും അവക്ക്. അത് മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും. അവള് മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കമാണെന്ന് കണ്ട അവൾ ഉറപ്പായിട്ടും ഇവിടെ നിൽക്കും. ദേ, നിങ്ങൾ രണ്ടുപേരും അവള് വന്ന പാടെ ശകാരിക്കാനും തല്ലാനും ഒന്നും നിൽക്കാതിരുന്നാ മതി. എടാ, ഈഗോയും ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വെക്കാറുണ്ട്. അവള് വരുമ്പോ കൂടെപ്പറപ്പാണ്, മോളാണെന്നൊക്കെ ഒരു തോന്നില്ല. സമാധാനത്തോടെ ഒന്ന് സംസാരിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവളോട് സംസാരിച്ചോളാം. അവളിവിടെ കുറച്ചു ദിവസം നിന്ന് കഴിയുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതിയിൽ അവളെ മറ്റൊരാൾക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കാലോ. ഞാൻ വേണ്ടെന്നൊന്നും പറയില്ല. അമ്മയ്ക്ക് വട്ട. അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് കേൾക്കത്തോളാം. ഇനി അമ്മയുടെ സാരോപദേശം കേട്ട് ഇവിടെ നിൽക്കാൻ പോണം. അവള് നിൽക്കും. ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. എന്തിനാ അമ്മയെ വെറുതെ കഷ്ടപ്പെടുന്നു? സാന്ദ്രെ, നീ ഫോൺ വിളിച്ച് അവളടുത്ത് വരണ്ടെന്ന് പറഞ്ഞു. അരുൺ, ദേ, നിന്റെ അച്ഛൻ വരെ ഞാൻ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കുക. പിന്നെ നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം? അമ്മ, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് ശരിയാ. പക്ഷെ അവളെ വേറെ കല്യാണം കഴിപ്പിക്കാനൊക്കെ പറ്റൂ? നിയമപ്രകാരം അവളിപ്പോ ഒരാളുടെ ഭാര്യയല്ലേ? അതുകൊണ്ട് അവന്റെ കൂടെ അവള് ജീവിച്ച് തൊലയട്ടെ എന്ന് വെക്കണോ ഞാൻ? അവള് നിന്റെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കുന്ന ഉറപ്പുണ്ടായമേ? ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അവൾ തീരുമാനിച്ചു. അവൾക്ക് അവനേക്കാൾ വലുത് നമ്മളാണെന്ന് അവൾക്ക് തോന്നിയാൽ അവൻ താലി കെട്ടിയൊന്നും പ്രശ്നമല്ല. അത് ഒഴിവാക്കുന്ന അത്ര വലിയ കാര്യമല്ല. അത് മതി. അവൾ അവനെ ഉപേക്ഷിച്ചു വന്ന നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ, അത് മതി. അരുൺ, ദേ, അവൾ ആ വീട് മടുത്തിട്ടാ ഇങ്ങോട്ട് വരുന്നേ. എന്ത് വന്നാലും നമ്മളെ അവളുടെ കൂടെ ഉണ്ടാവൂ എന്ന് അവൾക്ക് ഇവിടെ വരുമ്പോ തോന്നണം. അത് മനസ്സിലായി കഴിഞ്ഞാ പിന്നെ അവൾ ഇവിടുന്ന് പോവില്ല. എനിക്ക് ഉറപ്പുണ്ട്. ദേ അരുൺ, അച്ഛൻ എന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. എടാ, നീയും അമ്മയുടെ കൂടെ നിൽക്കണം. അവക്ക് നമ്മളെ വീടിനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അത് മതി. ദേ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇനി മുതല് അവൾ ഈ വീട്ടിൽ തന്നെ കാണും. നോക്കിക്കോ. നികേഷേ, അതാ വരുന്നത്. റെഡിയല്ലേ? അല്ല, എന്തിനാ കഷ്ടപ്പെട്ട് ബസ്സിൽ പോന്നെ? ഞാൻ കാർ വരാൻ പറയുന്നേ. വേണ്ട വേണ്ട, ഞങ്ങള് ബസ്സിൽ പൊക്കോളാം. നിധി ഇത് വെച്ചോ. ഏയ്, പൈസ ഒന്നും വേണ്ട, എന്റെ കയ്യിലുണ്ട്. നികേഷേ, ഇത് കയ്യിൽ വെച്ചോ. പൈസ എന്റെ കയ്യിലുണ്ട് സുഭാഷ് ചേട്ടാ. ഒരു വഴിക്ക് പോകല്ലേ, ഇരിക്കട്ടെ. നിധി, ഒരു മിനിറ്റ് ഒന്ന് വരൂ, വാ. എന്താ? അല്ല, പോയാ ഇയാള് തിരിച്ചു വരൂ. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്കൊരു പേടി പോലെ. എന്ത് പേടി? അല്ല, അത് പെട്ടെന്ന് ഇയാളുടെ അടുത്ത് ഇയാളോട് വരാൻ പറയുന്നു, അതും തനിയെ വരണമെന്ന് പ്രത്യേകം പറയുന്നു. അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണെന്നുള്ളൊരു പേടി തോന്നുന്നു എനിക്ക്. അവർക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊറിയർ അയക്കാലോ. ഇന്ന് തന്നെ നേരിട്ട് വരാൻ പറയണെന്തിനാ? എന്തോ കുഴപ്പമുള്ള പോലെ. ഇല്ലെന്നേ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഐഡി പ്രൂഫ് ഒക്കെ അല്ലേ, അതാ നേരിട്ട് വരാന്ന് പറഞ്ഞത്. ഇനിയിപ്പോ അയച്ചിട്ട് മിസ്സാവണ്ടല്ലോ. അത് മനസ്സിലായി. എന്നാലും എഴുതി നിർബന്ധിച്ചിട്ട് ഇയാൾ അവിടെ തന്നെ നിർത്തിയാലോ? അയ്യോ, അല്ല, എന്റെ ഉള്ളിൽ തോന്നിയത് ചോദിച്ചതേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാനാ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ തന്നെ പോകുന്നത്. അതും വാങ്ങി അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇത്രയും റിസ്ക് എടുത്ത് എന്നോട് വരാൻ പറഞ്ഞത് ഏട്ടത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. ശരി. നികേഷേ, എന്റെ കാശുണ്ട്. വെച്ചേക്ക്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാടാ. ശരിടാ. ഏത് ബസ് സ്റ്റാൻഡിലേക്കാ പോകുന്നത്? നമുക്ക് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അവിടെ നിന്ന് നാഗർകോവിൽ തിരുനെൽവേലി ബസ് കിട്ടും. അതിൽ തക്കല ഏട്ടത്തേക്ക് മുമ്പ് ബസ്സിൽ പോയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിങ്ങൾ എപ്പോഴും കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ? ബസ്സിലൊക്കെ പോവോ? ഹലോ, ഞാൻ വരുന്നതേ ചൊവ്വയൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടല്ലേ ഏട്ടത്തി ഈ കാശുള്ള പലർക്കും ബസ്സിൽ പോകുന്ന ഒരു കുറച്ചില്ല. അതുകൊണ്ട് ചോദിച്ചത്. കോളേജിൽ പഠിക്കുമ്പോ ഞാൻ ബസ്സിൽ തന്നെയാ എന്നും പോയി വരിക. അച്ഛനും ചേട്ടനും കാറിൽ പോകാൻ നിർബന്ധിക്കും. പക്ഷെ കൂട്ടുകാരികളായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കോളേജ് വരെയും തിരിച്ചുള്ള നടത്തം ഓർക്കുമ്പോ ബസ്സിൽ തന്നെ പോകും. അല്ല, അത് ചെറിയ യാത്രയല്ലേ? ഇങ്ങനെ 3-4 മണിക്കൂർ ബസ്സിൽ ഇരിക്കേണ്ട ദൂരം പോയിട്ടുണ്ടോ? അതാണ് എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്കല്ല AC ലോ ഫ്ലോർ ബസ് പിടിച്ചോ. അതാവുമ്പോഴേ ഈ ക്ഷീണം ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 8 മണിക്കൂർ യാത്ര ഉള്ളല്ലേ? ഊണ് കഴിഞ്ഞിട്ടാണോ ഏട്ടത്തി വീട്ടിൽ നിന്ന് മടങ്ങാം? ഇല്ല നികേഷ്, സാന്ദ്രത്തോട് ബസ് സ്റ്റോപ്പിലേക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ്സ് എത്തിച്ചേരാൻ പറയണം. വീട്ടിൽ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. അത് സാരമില്ല. 2 വീട്ടുകാർ നമ്മളെ പ്രശ്നമൊക്കെ തീരുമ്പോ ഇനി അവസരം ഉണ്ടാവുമല്ലോ. സുധിഷേട്ടാ, ബൈക്കിന് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? ഹേയ്, ഒന്നുമില്ല. ചന്തു പറഞ്ഞ സുധിഷേട്ടാ. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നോ? ഇല്ലേട്ടാ, ഈ പണി തീരാതെ കഴിക്കാൻ പാടില്ലെന്നാ നിങ്ങളുടെ ഹെഡ് ബ്രദർ ഓർഡർ ഇട്ടേക്കുന്നത്. എന്തോന്നാ ഇത്? പിള്ളേര് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ. മക്കളെ, നിങ്ങൾ പോയി കഴിച്ചിട്ടോ. അതെ, വരുമ്പോ 2 ജ്യൂസ് കൂടെ വാങ്ങിച്ചിട്ടോ. അത് വാങ്ങാം. പോ. അതിന് കാശ് കാശ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. പോയി വാ. എടാ, മനസ്സ് മറന്നതിന് മുമ്പ് വാ. അതാണ് ഞാൻ പറയാൻ വന്നത്. എന്താണ് പതിവില്ലാണ്ട് ഒരു വർക്ക്ഷോപ്പ് സന്ദർശനം? വെറുതെ അങ്ങനെ വെറുതെ ഇങ്ങോട്ട് വരാറില്ലല്ലോ. കാര്യം പറ. എടാ, അതല്ലടാ, മനസ്സൊരുമാതിരി. മനസ്സിന് എന്ത് പറ്റി? എടാ, നിധി ഓർത്തിട്ടേ
ഒരു സുഖമില്ലടാ. എന്തു പറ്റി? രാവിലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ശ്ശെ, അതല്ലടാ, അവള് വീട്ടിൽ പോയിരിക്കല്ലേ. ഇനി അവള് തിരിച്ച് വരാതിരിക്കോ എന്നൊരു സംശയം. അതെങ്ങനെ വരാതിരിക്കും? ഏട്ടത്തിയുടെ അച്ഛൻ ആശുപത്രിയിൽ കിടന്നപ്പോ പോലും തിരിച്ചു വന്നതല്ലേ. എന്തോ അങ്ങനെ ഒരു തോന്നല് മനസ്സില്. രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലേ. ഏട്ടത്തെയാണെങ്കിൽ സുധീഷേട്ടന് വേണ്ടി എല്ലാവരും ഉപേക്ഷിച്ചിറങ്ങി വന്നോളൂ. അല്ല, കാര്യം സുധീഷേട്ടന് വേണ്ടി അങ്ങനെ ചെയ്തത് പൊട്ടത്തരമാണെങ്കിലും ഒന്നും തിരിച്ചറിയാനുള്ള സമയമായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ ഉറപ്പായി വരും. ധൈര്യമായിട്ടിരിക്കേ. എടാ, ഒരിക്കലും അവളുടെ അച്ഛൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചല്ലേ. വീണ്ടും എന്തെങ്കിലും ഡ്രാമ കാണിച്ച് അവളവിടെ പിടിച്ചു നിർത്തിയാലോന്നാ. പെട്ടെന്നൊരു ദിവസം ഫോൺ വിളിച്ച് അവളുടെ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറയുന്നതിൽ ഒരു ചതിയില്ലേ എന്നൊരു സംശയം. ഒരു സംശയം ചോദിക്കട്ടെ? എന്താടാ? ഈ ഏട്ടത്തിയുടെ വീട്ടുകാരെ കുറച്ചു നേരം സംസാരിച്ച് ഏട്ടത്തെ അവിടെ പിടിച്ചു വെച്ചാലോ എന്നല്ല ടെൻഷൻ. അപ്പോ നിങ്ങളുടെ പ്രണയം അത്രയ്ക്ക് വീക്കാണോ? അതെ, ഇങ്ങേർക്ക് വേണ്ടി എല്ലാം വിട്ടു വന്ന ആളല്ലേ. അതുകൊണ്ട് ഉറപ്പായി വരുന്നേ. നോക്കിക്കോ, കൂടെ നമ്മുടെ നികേഷ് ഉണ്ടല്ലോ. ആണല്ലേ? അതേനെ. പറയുന്ന കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഉള്ളില് ഒരു പേടി തോന്നടാ. ഉടായിപ്പുള്ളിലുള്ളവർക്ക് എപ്പോഴും പേടിയുണ്ടാവും. ഹരീഷ്, ഒരുമാതിരി ഞാൻ അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്തിന്? ഇയാളെ വിശ്വസിച്ച് ഒരിക്കൽ ഇറങ്ങി പോന്ന ആള് ഇനി തിരിച്ചു വരില്ല എന്ന് തോന്നാൻ ഒരു കാരണം വേണ്ടേ? എനിക്കൊരു സമാധാനമില്ല സുഭാഷേട്ടാ. എന്തോ പറ്റി? നിധി ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ? എനിക്ക് നിധി ഒരുപാട് ഇഷ്ടമാണ് സുഭാഷേട്ടാ. അവളില്ലെങ്കിൽ ഇനി എനിക്ക് പറ്റില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് നീയും ആലോചിക്കണ്ട, ഞങ്ങള് സംസാരിക്കുന്നില്ല. നീ ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. 5 ആണുങ്ങൾ മാത്രമുള്ള ആ നശിച്ച വീട്ടിൽ ചെന്ന് താമസിക്കാൻ മാത്രം പാപമൊന്നും എന്റെ മോള് ചെയ്തിട്ടില്ല.